Standard Doors and Windows. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കെട്ടിടം തകർന്നും മരിച്ച ബിന്ദുവിന്റെ സംസ്കാര ചടങ്ങുകൾ അല്പസമയത്തിനകം നടക്കും. തലയോലപ്പറമ്പിലെ വീട്ടിലാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. സംഭവത്തിൽ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘം ഇന്ന് അന്വേഷണം തുടങ്ങും. അതേസമയം ആരോഗ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് പ്രതിഷേധം കൂടുതൽ ശക്തമാക്കാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കെട്ടിടം തകർന്നും വീണ് മരിച്ച ബിന്ദുവിന്റെ മൃതദേഹം തലയോലപ്പറമ്പിലെ വീട്ടിൽ ഇപ്പോൾ പൊതുദർശനത്തിന് വെച്ചിരിക്കുകയാണ്. മകൻ നവനീത് അരികിലുണ്ട്, ഭർത്താവ് വിശ്രുതൻ അരികിലുണ്ട്. പ്രദേശവാസികളടക്കമുള്ള നിരവധി പേർ അവിടെ എത്തിച്ചേർന്നിരിക്കുന്നു. കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്ന ബിന്ദുവിന്റെ മകൾ ഇവിടെ കഴുത്തിൽ ഒരു കോളർ ധരിച്ചുകൊണ്ടാണ് ഈ സംസ്കാര ചടങ്ങുകൾ പങ്കെടുക്കാൻ എത്തിയിരിക്കുന്നത്. നൂറുകണക്കിന് ജനങ്ങൾ ഇപ്പോൾ കാണുന്നത് പോലെ ആ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. 11 മണിക്ക്, ഇപ്പോൾ 11 മണിയായിരിക്കുന്നു കൃത്യമായിട്ടും. അല്പസമയത്തിനകം സംസ്കാര ചടങ്ങുകൾ വീട്ടുവളപ്പിൽ തന്നെ നടക്കും. ഓർക്കുക, ഇന്നലെ പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കിയ ശേഷം ബിന്ദുവിന്റെ മൃതദേഹം ഇന്നലെ മുട്ടുച്ചിറയിലെ സ്വകാര്യ ആശുപത്രിയിലെ മോർച്ചറിയിലേക്ക് മാറ്റിയിരുന്നു. ഇന്ന് രാവിലെ 8:30 ആശുപത്രിയിൽ നിന്ന് മൃതദേഹം വീട്ടിലേക്ക് കൊണ്ടുവന്നത്. വിജിത അവിടെ നിന്ന് വിവരങ്ങളുമായിട്ട് നമ്മോടൊപ്പം ചേരുകയാണ്. വിജിത, നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ 8:30 വീട്ടിലേക്ക് മൃതദേഹം കൊണ്ടുവരുന്നത്. ഇവിടെ നിരവധിയധികം ആളുകളാണ് ഈ ഒരു മൃതദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കാനായിട്ട് എത്തിയിട്ടുള്ളത്. 11 മണിയോടുകൂടി സംസ്കാര ചടങ്ങുകളിലേക്ക് കിടക്കുമെന്നുള്ള കാര്യമാണ് ആദ്യം അറിയിച്ചിരുന്നത്. എന്നാൽ 11:30 പ്രതിപക്ഷ നേതാവ് ഇവിടെ എത്തും എന്നുള്ള ഒരു കാര്യം അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഒരുപാടധികം ആളുകൾ അവസാനമായി തന്റെ നാട്ടിലുള്ള അല്ലെങ്കിൽ ചുറ്റുവട്ടത്തുള്ളവരും പരിചയമുള്ളവരും അറിയുന്നവരുമെല്ലാമായി ഒരുപാട് പേര് ഇവിടെ എത്തുന്നുണ്ട്. അവസാനമായിട്ട് ബിന്ദുവിനെ ഒന്ന് കാണാനും അവസാനമായിട്ട് അന്ത്യോപചാരം അർപ്പിക്കാനും ഒക്കെയായി ഒരുപാട് പേര് ഇവിടെ എത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ 12 മണിയോടുകൂടി സംസ്കാര ചടങ്ങുകൾ നടക്കും എന്നുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. എന്തായാലും ഇവിടെ വന്ന സമയം തൊട്ട് നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. വളരെയധികം സങ്കടകരമായിട്ടുള്ള അവിടെ ഓരോരുത്തരുടെ മുഖത്തേക്ക് നോക്കുമ്പോഴും ആ ഒരു വിഷമം നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നു. കുറച്ചു മുൻപാണ് ചാണ്ടി ഉമ്മൻ ഇവിടെ എത്തി ബിന്ദുവിന്റെ അമ്മയെല്ലാം സന്ദർശിക്കുന്ന കാര്യമെല്ലാം ഉണ്ടായപ്പോൾ ചാണ്ടി ഉമ്മന്റെ അടുത്തും വിങ്ങിപ്പൊട്ടിക്കൊണ്ടാണ് ആ അമ്മ സംസാരിക്കുന്നത്. കാരണം മകൾ ഒരു തുണിക്കടയിലേക്ക് പോകുന്ന പൈസ കൊണ്ടാണ് ഈ കുടുംബം കഴിഞ്ഞു പോകുന്നത്. ഈ അമ്മ അത്രയും കഷ്ടപ്പെട്ട് അധ്വാനിച്ചുകൊണ്ടാണ് ആ ഒരു കുടുംബം പുലർത്തുന്നത്. എന്തായാലും ഒരു കുടുംബത്തിന്റെ വരുമാനം അല്ലെങ്കിൽ ഒരു കുടുംബത്തിന്റെ താങ്ങും തണലുമായിരുന്ന ഒരാളാണ് ഇപ്പോൾ ഇങ്ങനെ ഈ ഒരു അവസ്ഥ ഉണ്ടായിരിക്കുന്നത്. വളരെയധികം വിഷമത്തോടെ തന്നെയാണ് ഈ കുടുംബവും അതോടൊപ്പം തന്നെ നാട്ടുകാരും എല്ലാം വളരെയധികം വിഷമത്തോടെയാണ് ഈ ഒരു കാര്യം ഓരോരുത്തരോട് ചോദിക്കുന്ന സമയത്താണെങ്കിലും എല്ലാവരുടെയും പ്രതികരണം അത്തരത്തിലുള്ളത് തന്നെയാണ്. എന്തായാലും രാഷ്ട്രീയ നേതാക്കൾ അടക്കമുള്ള ഒരുപാട് പേര് ഇവിടെ എത്തുകയും അന്ത്യോപചാരം അർപ്പിക്കുകയും എല്ലാം ചെയ്യുന്നുണ്ട്. ഒരുപാടധികം പ്രാദേശിക നേതാക്കളെല്ലാം തന്നെ എത്തി അന്ത്യോപചാരം അർപ്പിക്കുന്നുണ്ട്. രാവിലെ മുതൽ 8:00 ശേഷം മൃതദേഹം എത്തിച്ചത് മുതൽ ഒരുപാടധികം പേർ ഇവിടെ എത്തുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. എന്തായാലും 11:30 പ്രതിപക്ഷ നേതാവ് എത്തുമെന്ന് പറയുന്നു. കുറച്ചു മുൻപ് പ്രതിപക്ഷ നേതാവാണെങ്കിലും അതോടൊപ്പം തന്നെ നിരവധി പേർ VN വാസവൻ അടക്കമുള്ള മന്ത്രിമാരടക്കമുള്ളവരെല്ലാം ഈ ഒരു കാര്യത്തിൽ പ്രതികരിക്കുന്നതെല്ലാം കണ്ടതാണ്. എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും വീഴ്ച സംഭവിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെ. വിജിത, മന്ത്രി VN വാസവനെ കുറിച്ച് പറഞ്ഞതുകൊണ്ട് ചോദിക്കുകയാണ്. പ്രതിപക്ഷ നേതാക്കൾ അവിടെ എത്തിച്ചേർന്നു എന്ന് പറയുമ്പോൾ ഭരണപക്ഷത്ത് നിന്നുള്ളവർ എത്തിച്ചേർന്നോ? അവർ ഈ വീട്ടിലേക്ക് വന്നുവോ? എന്ന് സൂചിപ്പിച്ചതുപോലെ ഭരണപക്ഷത്തുള്ളവർ ഇതുവരെ ഇവിടെ എത്തിയിട്ടില്ല എന്നുള്ളൊരു കാര്യമാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. VN വാസവൻ വൈകുന്നേരത്തിനുള്ളിൽ എത്തുമെന്നുള്ളൊരു കാര്യം അറിയിച്ചിരുന്നു എന്നെല്ലാം അറിയാൻ സാധിക്കുന്നുണ്ട്. വേറെ ആരും ഇന്നലെ പ്രാദേശിക നേതാക്കളെ എത്തി എന്നൊരു സൂചന ലഭിച്ചിരുന്നു. അല്ലാതെ പറയുന്നത് പോലെ VN വാസവനോ മന്ത്രിമാരോ ഒന്നും എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. എത്തുമെന്നുള്ള ഒരു കാര്യമാണ് അറിയിച്ചിരിക്കുന്നത്, അല്ലാണ്ട് ഇതുവരെ എത്തിയിട്ടില്ല. പക്ഷേ പ്രതിപക്ഷത്തുള്ളവരെല്ലാം ചാണ്ടി ഉമ്മൻ അടക്കമുള്ള നേതാക്കളെല്ലാം എത്തി കൃത്യമായി കാര്യങ്ങളിലെല്ലാം ഇടപെടുകയും കൃത്യമായി ബന്ധുക്കളെയും കുടുംബക്കാരെയും എല്ലാം കാണുകയും അവരുടെ സങ്കടത്തിൽ പങ്കുചേരുകയും എല്ലാം ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഇവിടെ ഓരോരുത്തരുടെയും മുഖത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ കുറച്ചു മുൻപ് വരെ മകനൊക്കെയാണ് മൃതദേഹത്തിന് അരികെ ഇരുന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ കുടുംബത്തിലുള്ളവരെല്ലാം അടുത്ത ബന്ധുക്കളെല്ലാം മൃതശരീരത്തിനടുത്ത് ഇരിക്കുന്നുണ്ട്. കരഞ്ഞു കളഞ്ഞ കണ്ണുകളുമായി അവർ ഇത്രയും ദിവസം കണ്ടിരുന്ന വളരെ സന്തോഷത്തോടെ വീട്ടിലെ കാര്യങ്ങളെല്ലാം ചെയ്തു നടന്നിരുന്ന ഒരാളാണ് ഇപ്പോൾ
ശരീരമായി ഇവിടെ കിടക്കുന്നത്. അമ്മയുടെ ഒന്നും നമുക്ക് അവരുടെ ഒന്നും അമ്മയുടെ മുഖത്തോട്ട് പോലും നോക്കാൻ കഴിയാത്ത ഒരവസ്ഥയാണ്. അമ്മയെല്ലാം കരഞ്ഞു തളർന്ന് ഇരിക്കുന്ന ഒരു സാഹചര്യമാണ്. കാരണം ഇവരുടെ വീട് വരുന്നത് ഈ ഒരു പൊതുദർശനം നടക്കുന്ന ഈ ഒരു സ്ഥലത്തിന് കുറച്ച് താഴെയായിട്ടാണ്. ഉള്ളിലേക്ക് പോകാൻ കൃത്യമായിട്ടൊരു വളരെ താഴ്ചയിലാണ് ആ വീട് നിൽക്കുന്നത്. മൃതദേഹം അവിടെ വെക്കാനുള്ള ഒരു പൊതുദർശനത്തിന് വെക്കാൻ പറ്റിയ ഒരു സ്ഥിതിഗതിയിലല്ല ആ ഒരു ഭാഗം ഉള്ളത്. ഇറങ്ങാൻ കൃത്യമായിട്ടുള്ള ഒരു വഴിയൊന്നും, ഭയങ്കര കുത്തനെയുള്ള ഒരു ഇറക്കമാണ് അങ്ങോട്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായി സുഖമായി എല്ലാവർക്കും പോയി വരാൻ പറ്റുന്ന ഒരു രീതിയിലൊന്നുമല്ല. അതുകൊണ്ട് തന്നെയാണ് പൊതുദർശനം ഇപ്പോൾ വീടിന് മുകളിലുള്ള ഈ ഒരു പറമ്പിലേക്ക് മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഏതായാലും അത്രയും കഷ്ടപ്പെട്ട് ആ ഒരു വീടിന്റെ അവസ്ഥയെല്ലാം പണി തീരാത്ത ഒരു വീടാണ്. ഈ ഒരു ബിന്ദുവിന്റെ അല്ലെങ്കിൽ പ്രയത്നം കൊണ്ടാണ് ആ ഒരു വീടും കുടുംബവും എല്ലാം നോക്കി നടത്തിയ ഒരാളാണ്. അതോടൊപ്പം തന്നെ ഈ രണ്ട് മക്കളെയും, ഇപ്പൊ മകൻ നവനീതിനെയും മകൾ നവമിയെയും എല്ലാം പഠിപ്പിച്ച് ഒരു ജോലി, മകൾ നവമി ഇപ്പോൾ BSc നഴ്സിംഗ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറച്ചു കാലങ്ങൾക്ക് ശേഷം അടുത്ത് തന്നെ ജോലിക്ക് കയറാനുള്ള കുറച്ച് മാസങ്ങൾ മാത്രമാണ് ഇനി കുട്ടിക്ക് ക്ലാസ്സുകളെല്ലാം ഉള്ളത്. വൈകാതെ തന്നെ ജോലിയിൽ കയറാൻ നിൽക്കുന്ന ഒരാളാണ്. അതോടൊപ്പം തന്നെ നവനീതാണെങ്കിലും ജോലിക്ക് കയറി ആദ്യ ശമ്പളം ഇന്നലെ അമ്മയെ ഏൽപ്പിക്കാൻ നിൽക്കുന്നതിനിടയിലാണ് ഇങ്ങനെ ഒരു അപകടം ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. എന്തായാലും വളരെ വിഷമകരമായിട്ടുള്ള ഒരു അവസ്ഥയിലൂടെ തന്നെയാണ് കുടുംബം കടന്നു പോകുന്നത്. വിജിത, ചിത ഒരുക്കിക്കൊണ്ടുള്ള പരമ്പരാഗത രീതിയിലുള്ള സംസ്കാര ചടങ്ങുകളാണോ നടത്താൻ പോകുന്നത്? വീട്ടുവളപ്പിൽ തന്നെ അവിടെ അതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ പൂർത്തിയായിട്ടുണ്ടോ? പരമ്പരാഗത രീതിയിലുള്ള സംസ്കാര ചടങ്ങുകളാണോ നടക്കാൻ പോകുന്നത്? വീട്ടുവളപ്പിൽ തന്നെ സംസ്കരിക്കും എന്നുള്ള ഒരു കാര്യമാണ് നമുക്ക് അറിയുന്നത്. ഇവിടെ തന്നെയാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക എന്നുള്ള കാര്യമാണ്. എല്ലാം കിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുക. ആദ്യം 11 മണി എന്നാണ് പറഞ്ഞിരുന്നത്. എന്നാൽ ഒരുപാടധികം ആളുകൾ വരുന്ന ഒരു സാഹചര്യം ഉണ്ടായത് കൊണ്ട് തന്നെ 12 മണിയോടുകൂടി ഈ ഒരു സംസ്കാര ചടങ്ങുകളിലേക്കെല്ലാം തന്നെ അതിന് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും ഇനി കുറച്ചു പേരൊക്കെ ഇവിടെ വരാനുണ്ട് എന്നുള്ള ഒരു കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഈ പറഞ്ഞതുപോലെ വലിയൊരു വേദന തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഈ പറഞ്ഞതുപോലെ വലിയൊരു വേദന തന്നെയാണ് ആ കുടുംബത്തിനടക്കം ഉണ്ടായിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. നേതാക്കളടക്കമുള്ളവർ ഇവിടെ വന്ന്